ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ദുബായിൽ അധികമാരും കാണാത്ത ഒരു പ്ലേസിലാണ്. ദുബായിലെ ക്യാമൽ ട്രെയിനിങ് സെൻ്ററിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുബായിൽ ക്യാമലുകളെ ട്രെയിൻ ചെയ്യുന്നതായി കാണാൻ സാധിക്കും. നമ്മൾ ദുബായിയെക്കുറിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? വലിയ വലിയ ബിൽഡിങ്ങുകളും ടൂറിസ്റ്റ് പ്ലേസുകളും ഒക്കെ അല്ലേ. പക്ഷെ ശരിക്കും ദുബായിയുടെ ജീവിതം പഴയ ജീവിത ശൈലികളിൽ ഉള്ള ഒരു സ്ഥലമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാം എത്രമാത്രം ഭംഗിയുള്ള ഏരിയകളാണെന്ന്. ട്രെയിനിങ് ചെയ്യുന്നത് കാണാൻ പുറത്തു നിന്നും ആളുകൾ വരുന്നത് ഇവിടെ ഉള്ളവർക്ക് വളരെ ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് അവരുടെ മുഖത്തു നിന്നും കാണാൻ കഴിയുന്നതാണ്. അവർ ഞങ്ങൾക്ക് സലാം പറഞ്ഞാണ് മുന്നോട്ട് പോയത്. ക്യാമൽ റേസിംഗ് യുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ കാണുന്ന ഒട്ടകങ്ങൾ സ്വന്തം പരിശീലനത്തിനായാണ് എത്തുന്നത്. എല്ലാ ദിവസവും ഇവിടെ വന്ന് പരിശീലനം നടത്തുന്നു. ഇവയിൽ പലതും മില്യൺ ദിർഹംസിൽ കൂടുതൽ വിലയുള്ളവയാണ്. അതിനാൽ തന്നെ ഇവരുടെ ഭക്ഷണം, വെള്ളം, വിശ്രമം എല്ലാം വളരെ ഷെഡ്യൂൾ പ്രകാരമാണ്. വളരെ വേഗത്തിൽ ഒട്ടകങ്ങൾ ഓടുന്നത് ഞാൻ ആദ്യമായാണ് നേരിട്ട് കണ്ടത്. നിങ്ങൾക്ക് അതിരാവിലെ ചെന്നാൽ നല്ലൊരു വ്യൂ കാണാം. അപ്പം നമ്മൾ ഒട്ടകങ്ങളെ റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. വാ വാ ഇത് കുറേ ഉണ്ടല്ലോ. അയ്യോ, ഇത് കാണാൻ വരുമ്പം പൊതുവേ അറിയാലോ, നമ്മൾ നല്ല ചൂടുള്ള സമയത്താണ് വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് നല്ല ഈത്തപ്പഴം കിട്ടിയിരിക്കുന്നത്. ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാലോ, ഈ ഇത്രയും ടേസ്റ്റുള്ള ഈത്തപ്പഴം നമ്മളങ്ങനെ അധികം കഴിച്ചിട്ടില്ല, അല്ലേ ജയ്ഭായി? ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ അതുകൂടെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് മനസ്സറിഞ്ഞ് ചെന്നപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായി. കണ്ട് അവര് നിർത്തി വിളിച്ചും തന്നതാണ്. അതെ, അതിന് ഭയങ്കര ഒരു സ്നേഹമാണ്. പിന്നെ അതുപോലെ തന്നെ ഒട്ടകത്തിനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ല. ഇത് കണ്ടില്ല, ഇവിടെ വന്നപ്പോൾ ഒട്ടകത്തിന്റെ ഫാമാണ് ഇത്. ഒരുപാട് ഒട്ടകം ഉണ്ട് കേട്ടോ, പല സൈസ് ഉണ്ട്. പക്ഷേ ഇതിന് പേര് പറയാൻ എനിക്കറിയില്ല. അതും നമ്മളെ ചോദിച്ചിട്ടില്ല. അതെ അതെ പറഞ്ഞാണ് അതിന്റെ ഉള്ളിൽ. അതെ അതെ, അവർ വളരെ സ്നേഹത്തോടെ കേട്ടോ ഇവരുള്ളവരൊക്കെ പെരുമാറുന്നത്. അവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് അവരുടെ ഭാഷ അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. അവസാനം ഒട്ടകം അവിടെ നിന്ന് അദ്ദേഹത്തിനെ ഓടിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ ഒട്ടകങ്ങളെല്ലാം നോക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ ഒട്ടകങ്ങളെല്ലാം നോക്കി കഴിയുമ്പോൾ നല്ല ചൂടല്ലേ, അത് കഴിയുമ്പോൾ അവർക്ക് ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി മജ്ലിസാണിത്. നമുക്ക് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ കയറി ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കയറി ഇരിക്കാൻ പോവാണ്. നല്ല രസമുണ്ടല്ലേ. നമുക്ക് ഇതുപോലത്തെ ഒരു ഏരിയ, ഇതുപോലെ ഒരു ഇരിപ്പിടമൊക്കെ സെറ്റ് ചെയ്യണം അല്ലേ. ഒരു വല്ലാത്ത അനുഭവം. വാവ്, ഒരു പ്രത്യേക ഫീൽ കേട്ടോ. അതെ അതെ, ഇതൊക്കെ ഇതിങ്ങനോട് ചാരി വെച്ചിട്ട്. വെന്തുരുകുന്ന ചൂടാണ്, പക്ഷെ അതൊന്നും അവരെ ബാധിക്കാറില്ല. തീയിൽ കുരുത്തവർ വേദത്ത് പാടില്ല എന്നാണല്ലോ.